ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം കൊണ്ട്, നേന്ത്രപ്പഴം കൊണ്ട് ഒരു പഴം നുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഒരു പ്ലേറ്റ് എടുത്തു. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് കനം കുറയ്ക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് കനം കൂടുതലാവാനും പാടില്ല. ഈ ഒരു ഇതിലുണ്ടാവും. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാനി ചൂടാൻ വെച്ചു. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കുറേശ്ശെ കൊടുക്കാം. എല്ലാം അവിടെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കത്തിയോ സ്പൂണോ എന്ത് വേണമെങ്കിലും ആവാം. ഏകദേശം ആയി തുടങ്ങിയിട്ട് എടുക്കാം. ഒരു നല്ലൊരു മണം വരുന്നുണ്ട് നെയ്യിൻ്റെ. ബാക്കിയുള്ള പഴം കൂടി അരച്ച് കൊടുക്കാം. ഈ പഴം ഏകദേശം എടുക്കാറായിട്ടുണ്ട്. ലേശം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. മധുരത്തിന് ആവശ്യമായതാണ്, ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. ശർക്കര പാനി ഒന്ന് കുറുകി വരണം. ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പഴം വെറുതെ കഴിക്കണേക്കാട്ടിലും അല്ലെങ്കിൽ പുഴുക്കി കഴിക്കണേക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതിലോട്ട് ഒരു മുറി തേങ്ങ ചിരവിയത് കൊട്ടി കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് പഴം ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ.